സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടുമറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്. തൃപ്തിയായില്ലേ നിനക്ക്? ഗ്ലാസ് ഞാൻ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. അവൾ പേസിടും സിറുമൊഴിയിലും ഒരു മുത്തുമലരാക തോന്നും. നിന്നെ ഇവിടെ ഇട്ട് പരസ്യമായി തല്ലാൻ പോകും. തല്ലാനോ? അയ്യോ, അത് വേണ്ട. എനിക്ക് ചിലപ്പോ നോവും. നീ പറഞ്ഞ ഐഡിയ നല്ലതാടാ തന്നെ മുതലാളി. അപ്പൊ ഞാൻ തന്നെ തുടങ്ങി നോക്കാം. തമാശ കളിക്കല്ലെന്ന് ഒറിജിനാലിറ്റി ഇല്ലെങ്കിൽ വിശ്വസിക്കില്ല. ചോര കല്ല് ശിവനേ. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. ഓ സൈനബ, അഴകുള്ള സൈനബ. എന്നെ കൊണ്ടുപോവല്ലേ? എന്നിൽ ഔഷധ ഗുണമില്ലേ? എന്നിൽ ഔഷധ ഗുണമില്ലേ? പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ, നീലപ്പൂവേ നീ കുടന്ന മഞ്ഞുമായി. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. സംഗീത ഗംഗേ, உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப? ഇപ്പൊ ഒന്നുമില്ല, പോയി കാലത്തോ. അപ്പൊ പറയാ എപ്പോ വേണമെന്ന്. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. അതെ അതെ, ചെന്തെങ്ങിന്റെ കുലിയാണെങ്കിൽ ആടും. സാരേ ജഹാം സെ അച്ഛ, ഈ വണ്ടിക്കകത്ത് കയറിയത് സാറിന് ഇഷ്ടായില്ല. ഹിന്ദു സിത്ത ഹമാര ഹമാര. ഈ വണ്ടി ഞങ്ങളുടെയാണ്, ഞങ്ങളുടെയാണ്. ഞാൻ ചാടും. ചാടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഒരു സാഹിത്യകാരന്റെ വേദനകൾ മനസ്സിലാക്കാത്ത, അവൻ അംഗീകരിക്കാത്ത അക്ഷരവൈദികളായ ഹംക്കളുടെ ലോകത്ത് ജീവിക്കാൻ ഇനി ഞാനില്ല. ഞാൻ ചാടും. കുറെ നേരം ആയല്ലോ ആശാൻ, ഇത് എപ്പോഴാ? അതെന്താ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. തിരക്കൂട്ടല്ല, ഇന്ന സമയത്ത് ചാടാനൊന്നും കരാറെടുത്തില്ല. എന്നും നിനക്കായി പാടാം, എന്നെ നിനക്കായി നൽകാം. മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. നീ എന്താ ആളെ കളിയാക്കുന്നോ? അല്ല സാർ, തത്തമ്മ പറയും പോലെ പറയാൻ പറഞ്ഞു. ഇവൻ എങ്ങോട്ട് വിട്ടാ സാർ? തത്ത പറയുന്ന പോലല്ല, താറാ പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കാം. അയ്യോ, അതും എനിക്കറിയാം സാർ. മഹാദേവ, എന്താ നോക്കിയേ? എന്താടാ? എന്താ? ഇതായിരിക്കും ആ ദുറോത്തി മദാമ വെട്ടിക്കൊന്ന സാഹിബിന്റെ കാമുകി. ഒരു കുത്തുവെച്ചെന്നുണ്ടല്ലോ. നിനക്ക് എന്തോ അസുഖ?
സാറേ അത് ഇവന്റെ പെങ്ങളാ. രണ്ടുപേരുടെ മോച്ച കണ്ടാൽ അറിയില്ല സാറേ ഇവന്റെ പെങ്ങളാണെന്ന്. ഇവൻ പറയുന്നത് ശരിയാണോ വെച്ചേ? ബാസന്തി ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി. പിന്നെ ഞാനും. ഇവൻ നിന്റെ ആങ്ങളെ തന്നെ ആണോന്ന്? പൂക്കാലം പൂക്കാലം പൊൻകണി വെച്ചില്ലേ. കർത്താവേ ഇയാൾക്ക് വട്ടാന്നാ തോന്നണേ. இன்னைக்கு துர்காஷ்டமி. உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். இங்கு சொல்லாத இடம் கூட குளிர்கின்றது. ഇവൻ ഏതാടാ ഈ കാട്ടു ബ്രാൻഡ്? ആയകൾ തൻ കളി വീട് മനസ്സ് ഒരു മാന്ത്രിക കൂട്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാടെവിടെ? കായംകുളത്താ. എടുത്തോളൂ പോടാ, ഇല്ലെങ്കിൽ എല്ലാവരും ചവിട്ടി തെറിപ്പിക്കും. കൂട്ടുകാരി കൂട്ടുകാരി നീയൊരു കുയിലായി കൂകൂലേ. ഞാൻ അഗ്നിയല്ല അഗ്നി. സ്ത്രീ അവൾ അമ്മയാണ്, പെങ്ങളാണ്, ദേവിയാണ്, പ്രകൃതിയാണ്. അവൾ സർവസ്വമാണ്. ചേട്ടാ SI അല്ലേ സാരില്ല. അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം. In the house of my wife and daughter, you will not see any minute of that today. ഇറങ്ങി പോടാ. ശരി എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. എന്തോ എങ്ങനെ? ഞാനിപ്പോ പോയി പറയും, കമ്പനി പൂട്ടും, MD തൂങ്ങും, ലച്ചുവിന്റെ പണിയും പോകും. ഓക്കെ? പിന്നെ പറയാ എന്തോ ഇത്ര താമസം? ഐ ലവ് യു. ബുദ്ധിജീവിടാ ക്രാപ്പാടാ. എടാ ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചു തരാം. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. എന്താടാ അവള് പറഞ്ഞത്? സത്യത്തിൽ ഈ ഭ്രാന്തിയാണ് സാർ. കൊമ്പടി കുടലട് മാളോരെ, ഇനി തണ്ടട് തടയട് മേളോരെ. നിനക്ക് ഗുരു കൊണ്ട് പോകൂടാ. മോഹലാവേ മോഹലാവേ എന്റെ നാളെ പ്രേമലീലേ. എന്നെ എവിടേക്കാ കൊണ്ടോണേ? അടുപ്പിന്റെ മുകളിൽ വെക്കാൻ. അപ്പൊ തീ ഉണ്ടാവില്ല അടിയില്. പിന്നെ നീര് പോണ്ടേ? അതെ, ഈ മുത്തച്ഛന്റെ അടുത്തേക്ക് ഒന്നും നീക്കി പിടിച്ച തന്നെ ഒരു കാര്യം പറയാണ്ട്. ഇവിടെ ഒരാള് മരിക്കാൻ കിടക്കുമ്പോ ഹാർമോണിയം വായിച്ച് കളിക്കാ. പപ്പി സാക്കളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.